ഒറ്റപ്പെട്ടും ആരും സഹായിക്കാനില്ലാതെ ഏകാന്തത അനുഭവിച്ചു കിടന്നിരുന്ന ഒരവസ്ഥ ആ യുവാവിനുമുണ്ടായിരുന്നു. അവന്റെ പ്രതീക്ഷകൾക്ക് മേൽ പ്രകാശം വീശിക്കൊണ്ടാണ് ആ സമറിയക്കാരന്റെ കടന്നുവരവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 10 33 തിരുവചനം ഇപ്രകാരം പറയുന്നു: എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് അവൻ അവന്റെ മുറിവുകൾ വെച്ചു കിട്ടിയെന്ന്. യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരുടെയും വിളി ഇതുതന്നെയല്ലേ? സ്നേഹമാകുന്ന തൈലം കൊണ്ട് അവരന്റെ മുറിവ് വെച്ചു കിട്ടാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം ഓരോരുത്തരും. ഈ നോമ്പുകാലം നമുക്ക് മുൻപിൽ വെച്ചു നീട്ടുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ സാമീപ്യം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് അവരുടെ സ്നേഹത്തിന്റെ തൈലം കൊണ്ടുള്ള ഒരു സ്നേഹ സേവനം നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുണ്ടോ? കുരിശിലെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. അവസാനത്തുള്ള രക്തം പോലും അവരന് നൽകിക്കൊണ്ട് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹനത്തിന്റെ വലിയ മാതൃക നമുക്ക് മുൻപിൽ കാണിച്ചു തന്ന ക്രിസ്തു നാം ഓരോരുത്തരോടും പറയാതെ പറയുന്നതും ഇതുതന്നെയാണ്: അവരന് സ്നേഹത്തിന്റെ സാന്ത്വനമാവുക. ഈ നോമ്പുകാലത്തെ നാം ഓരോരുത്തരും അവരന് സ്നേഹം നൽകുന്ന, അവരനെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരനെ ക്രിസ്തു സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വെളിച്ചമായി തീരാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.